ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന എൻ്റെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 107 അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഇത് ഇസ്രായേൽ ജനം കടന്നു വന്ന ഒരു ചരിത്രത്തെയാണ് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ എന്ന് നാമകരണം ചെയ്യുമ്പോൾ അത് ഇസ്രായേൽ ജനത്തെ കുറിക്കുന്നു. 430 സംവത്സരം മിസ്രയീം ദേശത്തിൽ അടിമകളായിരുന്നു കൊണ്ട് ഫറവോൻ ഞെരുക്കിയതായ ഞെരുക്കം നിമിത്തം ദൈവത്തോട് നിലവിളിച്ച ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ചു. ചെങ്കടലിലും മരുഭൂമിയിലൂടെയും അവരെ വഴി നടത്തി കനാൻ ദേശത്തെ അവർക്ക് വാഗ്ദത്തം ചെയ്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ അവർ എന്ന് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ കുറിച്ചാലും ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും വിടുവിക്കുവാൻ, ഞെരുക്കങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, കഷ്ടതയിൽ കൈത്താങ്ങാകുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ദൈവത്തിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. ഏത് മനുഷ്യൻ യേശുവേ എന്ന് വിളിച്ചാലും അവരുടെ ഞെരുക്കങ്ങളിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്നവനാണ് ദൈവം. ഈ പ്രഭാതത്തിൽ നിങ്ങൾ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഈ പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തു മതിയായവനാണ്. ഞെരങ്ങി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കഷ്ടതയിലൂടെ കടന്നു പോകുവാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. പരിശോധനയിലൂടെ കടന്നു പോകുവാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ കഷ്ടത? എന്തുകൊണ്ടാണ് ഈ ഞെരുക്കങ്ങൾ? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ നടന്നു പെരുകിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ? അതിലൂടെ കടന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. ഹൃദയത്തെ താഴ്ത്തിക്കൊണ്ട് യേശുവേ എന്നെ വിടുവിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ ഞാൻ കടന്നു പോകുന്ന ആ പാതകളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ എന്നുള്ള പ്രാർത്ഥന, എന്നുള്ളൊരു വിശ്വാസം ദൈവത്തിങ്കൽ വച്ചുകൊള്ളാമെങ്കിൽ ഏത് ഞെരുക്കങ്ങളിൽ നിന്നും, ഏത് കഷ്ടതയുടെ തീച്ചുളയിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ശക്തനാണ്. അതുകൊണ്ടാണ് യാക്കോബിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുന്നത്: ഇപ്പോഴോ യാക്കോബേ, നീ തീയിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. ആഴി നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കത്തും ഇല്ല എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ കഷ്ടതയിൽ നിന്നും വേദനകളിൽ നിന്നും കഷ്ടതയുടെ വീഴ്ചയിൽ നിന്നും പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിനോട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതങ്ങളെ യേശുവിൽ സമർപ്പിക്കുക. കർത്താവ് വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. ഈ സന്ദേശത്താൽ ഓരോ വ്യക്തികളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് നിങ്ങളെ ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവരുവാറാകട്ടെ. ആമീൻ.